ഹലോ ഫ്രണ്ട്സ്, എവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ കാണുന്ന റൂഫ് റെയിലാണ് നമ്മുടെ ഒരു മാരുതി 800 ഫിറ്റ് ചെയ്യാൻ പോയത്. ഇത് വാഗനറിൻ്റെ റൂഫ് റെയിലാണ്. അപ്പോൾ ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമ്മളത് കുറച്ച് കട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു മാരുതി 800 ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂഫ് റെയിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു മാരുതി 800 ഫിക്സ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളെന്ന് എടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമുക്ക് ഈ ഒരു റൂഫ് റെയിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. എത്രത്തോളം ലെങ്ത് വേണമെന്ന് നോക്കണം. അതിനുവേണ്ടി ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ റൂഫ് റെയിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു റൂഫ് റെയിലിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നിന്നാൽ മതി. കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു സെറ്റ് ആകത്തില്ല. റൂഫ് റെയിലിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ ബാക്കും കുറച്ച് ഉള്ളിലോട്ട് വരും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ഈ റൂഫ് റെയിൽ കട്ട് ചെയ്യണം നോക്കിയിട്ട് ആ ഒരു ലെങ്തിനനുസരിച്ച് ഈ റൂഫ് റെയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സോ നമുക്കിതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തതിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു രണ്ട് പീസിൻ്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഈ ഒരു റെയിൽ നമുക്ക് റൂഫിൽ സെറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു റെയിലിൻ്റെ ഈ ഒരു പിറകിലായിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു നമ്മുടെ റൂഫിൽ തന്നെ ഈ ഒരു റെയിൽ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് അഴിച്ചിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. കറക്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്നും എങ്ങനെയാണെന്ന് കാണാം.
സോ നമ്മുടെ കാറിൽ ഈ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം ഒരു കിടുക്കാച്ച് ലുക്കായിട്ടുണ്ട് നമ്മളൊരു റൂഫ് റെയിലും കൂടെ ഫിറ്റ് ചെയ്തുകൊണ്ട് കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതിപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായവും, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓളം എടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.